ഓം ശാന്തി. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത് മൊബൈൽ ഉപയോഗിച്ചിട്ടാണ്. ഇന്ന് സിസ്റ്റർ നിങ്ങളോട് സംസാരിക്കുന്നതും മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ലഹരിയാണ്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം കാരണം എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളാണല്ലേ. എന്നാൽ നമ്മൾ നോക്കിയ മദ്യം, മയക്കുമരുന്ന്, അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഇതിനേക്കാളെല്ലാം വലിയൊരു ലഹരി, എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു ലഹരിയാണ് മൊബൈൽ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ. എനിക്കറിയാം ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നതും ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഫോൺ ഉപയോഗിച്ച് നമുക്ക് നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലേ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. സാധനങ്ങൾ സുഖം തരാനാണ്, സന്തോഷം തരാനാണ് അല്ലേ. പക്ഷെ നമ്മൾ ഈ സാധനങ്ങളിൽ നിന്ന് നമ്മളിതിനെ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് അത് സുഖത്തിന് പകരം അസുഖവും സന്തോഷത്തിന് പകരം ദുഃഖവും ചതിക്കുഴികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അതൊരു അഡിക്ഷനായിട്ട് മാറി എന്നതിൻ്റെ തെളിവെന്താണ്? നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ അതിൻ്റെ അടുത്തേക്ക് പോവുക, വെറുതെ ഫോണ് തുറക്കാൻ തോന്നുക, നീക്കാൻ തോന്നുക. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമുക്ക് ചുമ്മാ ഒരു സെക്കൻഡ് പോലും എവിടെ ഇരിക്കാൻ പറ്റണില്ല, ഒത്തിരി ഫ്രീ ടൈം കിട്ടിയ ഉടനെ ഫോൺ എടുക്കണമെന്ന് തോന്നുക. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് ലഹരിയാണ്. അതായത് ഒരു ശീലം നമ്മുടെ നിയന്ത്രണം വിട്ട് അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, അതിൻ്റെ പേരാണ് ലഹരി. മൊബൈൽ നമുക്കുപയോഗിക്കാം, പക്ഷേ മൊബൈൽ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളൂ, അഡിക്ഷനാണ്. അതിനാൽ ഇന്ന് ഒരു സഹജമായ യുക്തി, നമുക്ക് കരകയറാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ ഒരു ഉപായം പറയട്ടെ. നമ്മളെല്ലാവരും വീടെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ ഒരുമിച്ച് കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ ഫോണ് ഒരു ടേബിളിൽ വയ്ക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നില്ലേ, ഒരു പോയിന്റിലല്ലേ ലാൻഡ് ലൈൻ ഉണ്ടാവുള്ളൂ. ആർക്ക് ഫോൺ വന്നാലും അവിടെ പോയി എടുക്കും. അഥവാ ആര് ഫോൺ എടുക്കുന്നോ, ആർക്ക് വേണ്ടി വന്ന ഫോണാണോ അവർ വന്ന് സംസാരിക്കും അല്ലേ. അതേപോലെ വീട്ടിലുള്ളപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഫോണ് ഒരു സ്ഥലത്ത് വയ്ക്കും. അപ്പോഴുണ്ടാകുന്ന ഗുണം എന്താ? ഒരാൾക്ക് ഫോൺ വരിക, അല്ലെങ്കിൽ നമുക്കൊന്ന് വിളിക്കണം, എത്ര തവണ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ എത്ര ഫോൺ നമുക്ക് വരും, അതിന് ലിമിറ്റുണ്ട്. അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ നമുക്ക് പോയി എടുക്കാം. അല്ല, ആര് ഫോൺ അടിക്കുന്നത് കേൾക്കുന്നോ അവരെടുത്ത ആളോട് പറയുമല്ലോ അല്ലേ, താങ്കളുടെ ഫോൺ അടിക്കേണ്ട എടുക്കൂ. അല്ല, നമ്മളിരിക്കുന്ന സ്ഥലത്തുനിന്ന് എവിടെ ടേബിളിൽ വെച്ചോ അവിടെ വരെ പോകുമ്പോൾ ആ നടത്തവും നമുക്കൊരു എക്സർസൈസാണ് അല്ലേ. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് അപ്പോൾ വെറുതെ ഫോൺ നീക്കാൻ തോന്നില്ല. ആവശ്യമില്ലാതെ നീക്കില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അപ്പം നമ്മൾ ഫോൺ ഉപയോഗിക്കൂ. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താ? വീട്ടിൽ നമ്മൾ 4 ആളുണ്ടെങ്കിൽ 4 ഫോണും അവരവർ കയ്യിൽ പിടിച്ച് വീട്ടിൻ്റെ 4 ദിക്കിൽ ഇരിക്കും നമ്മൾ. അവനവൻ്റെ കയ്യിൽ ഫോണാണെങ്കിൽ പരസ്പരമുള്ള നമ്മുടെ അടുപ്പം, റിലേഷൻഷിപ്പ്, ആശയവിനിമയം, സൗഹൃദം, സ്നേഹം, റെസ്പെക്റ്റ് എല്ലാം കുറഞ്ഞു വരും. കാരണം എല്ലാവരുടെയും കൈ ഫോണുണ്ടെങ്കിൽ ഫുൾ ഡേ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കും. കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ല ഒരുമിച്ച് കാണുന്നത്. ആ ഒരുമിച്ച് വീട്ടിലുള്ള സമയത്ത് ഇപ്രകാരം നമ്മളെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണുകളെ ഒരു ലാൻഡ് ലൈനാക്കി മാറ്റും, ഒരു കോർണറിൽ വയ്ക്കൂ വീട്ടിൽ. ഇന്നു മുതൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ. അപ്പം തന്നെ നോക്കൂ, നമുക്ക് ഈ റീലുകൾ നീക്കാനുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് കുറയും. നമ്മൾ പരസ്പരമുള്ള ബന്ധം, പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം കൂടുതൽ സുദൃഢമായിട്ട് മാറും. മാത്രവുമല്ല, എത്ര തവണ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നോ, ഒരു പ്രോഗ്രാം പോലും നമ്മൾ ഫുള്ള് കാണില്ല. കാണൂ, പണ്ടൊക്കെ നോക്കുമ്പോഴൊരു സിനിമ കണ്ടാൽ 2-2.5 മണിക്കൂർ കാണും. എന്നിട്ട് ആ കഥയെല്ലാം 2.5 മണിക്കൂർ നടന്ന് ഏറ്റവും സഡ് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു മറ്റുള്ളവരോട് അല്ലേ. ഇപ്പോഴും 2.5 പോയിട്ട് നമുക്ക് അരമണിക്കൂറിലൊരു പ്രോഗ്രാം കാണാൻ നമ്മളാരും തയ്യാറല്ല. 10 മിനിറ്റിൻ്റെ കാണാൻ നമുക്ക് വയ്യ, ക്ഷമയില്ല.
കോൺസെൻട്രേഷൻ ഇല്ല. ഇപ്പം നമ്മൾ റീലുകളാണ് നോക്കണം, 1 മിനിറ്റിൻ്റെ, 1 മിനിറ്റും വയ്യ, അപ്പോൾ 30 സെക്കൻഡിൻ്റെ പ്രോഗ്രാമുകൾ. അപ്പം നമ്മൾ തിരിച്ചറിയണം, അത് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കും. അറ്റൻഷനോടെ നമുക്ക് കേൾക്കാനും കാണാനും പറ്റുന്നില്ല. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ പവർ, എത്ര റീൽസ് നീക്കിക്കൊണ്ടിരിക്കുന്നു അത്രയും നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കോൺസെൻട്രേഷൻ കുറയാണ്. അപ്പോൾ പിന്നെ മെമ്മറി പവർ എവിടുന്ന് വരാനാ അല്ലേ? അപ്പം അതുകൊണ്ട് ഇന്നു മുതൽ നല്ലൊരു തീരുമാനം എടുക്കാം. ഒരു നിമിഷം സൈലൻസിലിരുന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു നല്ല ഉപായമാണ്, എനിക്കിത് ചെയ്യണം എന്ന് തോന്നുന്നുവെങ്കിൽ ഒരു നല്ല സങ്കല്പം എടുക്കും. വീട്ടിലുള്ള സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ലാൻഡ് ലൈൻ പോലെ ഒരു ഭാഗത്ത് വയ്ക്കും. വിളിച്ചാൽ ഫോൺ എടുക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അഥവാ എനിക്ക് അത്യാവശ്യത്തിന് ഫോൺ ആരെങ്കിലും വിളിക്കണമെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ മെസ്സേജ് നോക്കാൻ, യൂട്യൂബ് നോക്കാൻ, ഫേസ്ബുക്ക് നോക്കാനായി നീക്കാനും നോക്കാനുമായി ആവശ്യമില്ലാതെ ഞാൻ ഫോൺ എടുക്കില്ല. ഒരു ദിവസം ചെയ്തു നോക്കൂ, രണ്ടാമത്തെ ദിവസം ആവർത്തിക്കൂ. അങ്ങനെ നമ്മൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ശീലമായി മാറും. സർവശക്തിവാൻ പരമാത്മാവിൻ്റെയും ഈ പ്രപഞ്ചത്തിലെ എല്ലാ നല്ലവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ആശീർവാദങ്ങളും എനിക്ക് ചുറ്റും ഒരു കോട്ട പോലെ ഈ നല്ല തീരുമാനം എടുക്കാനുള്ള പോസിറ്റീവ് എനർജി എനിക്ക് തരികയാണ്. ഞാനറിയാതെ ഞാൻ നന്നായിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ഹൃദയങ്ങളുണ്ട്. അവരുടെ എല്ലാം ഗുഡ് വിഷസ് എനിക്ക് ശക്തി നൽകുകയാണ്. ഞാനിതിൽ വിജയിയാക്കും. മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ, അഥവാ മൊബൈൽ അഡിക്ഷൻ വരാതിരിക്കാൻ ഇതൊരു നല്ല യുക്തിയാണ്. ഞാനിത് ചെയ്യും, എന്നെ കണ്ട് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഫോളോ ചെയ്യും. അനേകർക്ക് പോസിറ്റീവ് പ്രേരണ ഞാൻ കൊടുക്കും. ഓം ശാന്തി.